ദേശീയ വാർത്തകളിലേക്ക് പോകുമ്പോൾ രാകേഷ് ചേരുന്നു. ദേശീയ വാർത്തകളും ഇന്ന് എന്തൊക്കെയാണ് നമ്മൾ ദേശീയ തലത്തിൽ പ്രതീക്ഷിക്കുന്നത്? രാഷ്ട്രീയം നോക്കുകയാണെങ്കിൽ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കുകയാണ്. ഒപ്പം പ്രശാന്ത് കിഷോർ പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച അതുമായി ബന്ധപ്പെട്ട വാർത്തയുണ്ട്. മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്തകളുണ്ട്. ഡൽഹിയിൽ ഒരു ഡോക്ടറെ വെടിവെച്ചു കൊന്നു എന്ന വാർത്ത കൂടി ഈ ഘട്ടത്തിൽ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഏതായാലും വിശദമായി നോക്കാം. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കുകയാണ്. വാശിയേറിയ പ്രചാരണമാണ് 90 മണ്ഡലങ്ങളിലേക്ക് ഹരിയാനയിൽ നടന്നത്. പ്രത്യേകിച്ച് ഭരണം നിലനിർത്താനുള്ള ശ്രമം BJPയുടെ ഭാഗത്ത് നടക്കുന്നു. 2014 മുതൽ BJP ഭരിക്കുന്ന സംസ്ഥാനമാണ്. 10 വർഷമായി BJP ഭരിക്കുന്ന സംസ്ഥാനമാണ് ഹരിയാന. പക്ഷേ അവിടെ സമീപകാലത്തുണ്ടായ അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു മുന്നേറ്റം നടത്താൻ BJP കഴിഞ്ഞിട്ടില്ല. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ സീറ്റുകളും വിജയിച്ച BJP പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറുക മാത്രമാണ് ചെയ്തത്. അവർക്ക് കേവല ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല. ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ശ്രദ്ധേയമായ പ്രകടനം, പകുതി സീറ്റുകൾ പിടിക്കാൻ കോൺഗ്രസ് സാധിച്ചു. അതാണ് കോൺഗ്രസിന് വലിയ ആത്മവിശ്വാസം നൽകുന്ന പ്രധാനപ്പെട്ട ഘടകം. പ്രത്യേകിച്ച് ഭരണത്തിൽ തിരിച്ചെത്താൻ കഴിയുമെന്ന ആത്മവിശ്വാസം തന്നെയാണ് കോൺഗ്രസ് ഈ ഘട്ടത്തിൽ പങ്കുവെക്കുന്നത്. ഏതായാലും ജാതി സമവാക്യങ്ങൾ നിർണായകമാകും ഹരിയാനയുടെ കാര്യത്തിൽ എന്ന സംശയമില്ല. പ്രത്യേകിച്ച് ജാട്ട് ഇതര വോട്ടുകൾ, ഒപ്പം തന്നെ ദളിത് വോട്ടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് BJP കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അധികാരം അവിടെ പിടിച്ചത്. അപ്പോൾ ജാട്ട് വോട്ടുകൾ എങ്ങനെയായിരിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ നിർണായകമാണ് എന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇന്ന് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ പ്രചാരണ രംഗത്തുണ്ട്. രാഹുൽ ഗാന്ധി നൂഹിലാണെന്ന് പ്രചാരണ യോഗങ്ങളിൽ പങ്കെടുക്കുന്നത്. BJPക്കായും മറ്റ് കേന്ദ്ര നേതാക്കളും ഏതായാലും അവസാന ദിവസത്തിൽ പ്രചാരണത്തിനായി സജീവമായി രംഗത്തുണ്ട്. ഇനി പ്രശാന്ത് കിഷോറിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, പ്രശാന്ത് കിഷോർ നമുക്കറിയാം 2014 നരേന്ദ്രമോദി ആദ്യമായി പ്രധാനമന്ത്രിയാകുമ്പോൾ അദ്ദേഹത്തിന്റെ പല തന്ത്രങ്ങൾക്കും രൂപം നൽകിയ വ്യക്തിയാണ് പ്രശാന്ത് കിഷോർ. പ്രത്യേകിച്ച് ചായ് പേ ചർച്ച, മണിശങ്കർ അയ്യരുടെ ആ പരാമർശം പിന്നീട് ചായ് പേ ചർച്ച എന്ന രീതിയിൽ അങ്ങനെ ഒരു ആശയമായി മാറ്റിയതൊക്കെ പ്രശാന്ത് കിഷോർ ആയിരുന്നു. അതിനുശേഷം മോദിയുമായി അകലുകയും 2015 അദ്ദേഹം JDUവിനൊപ്പം, JDUവും RJDയും സഖ്യമായാണ് അന്ന് മത്സരിച്ചത്. അവർക്കൊപ്പം ചേർന്നുകൊണ്ട് അവിടെ അധികാരം പിടിക്കുന്നതും നമ്മൾ കണ്ടു. പക്ഷെ അതിനുശേഷം ഇപ്പോൾ ഏതായാലും ഒരു രാഷ്ട്രീയ പാർട്ടി തന്നെ അദ്ദേഹം രൂപീകരിച്ചു. നേരത്തെ JDUയുടെ ഭാഗമായിരുന്നു അദ്ദേഹമെങ്കിൽ പോലും ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചുകൊണ്ട് പ്രശാന്ത് കിഷോർ രംഗത്ത് വന്നിരിക്കുകയാണ്. പ്രശാന്ത് കിഷോർ രൂപീകരിച്ചിരിക്കുന്ന പാർട്ടിയുടെ പ്രഖ്യാപനം ഇന്നലെയാണ് നടന്നത്. അതിൽ തന്നെ ജൻ സുരാജ് പാർട്ടി എന്ന് പറയുന്ന പാർട്ടിയാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിന്റെ അധ്യക്ഷനായി അദ്ദേഹം നിശ്ചയിച്ചിരിക്കുന്ന മുൻ IAS ഉദ്യോഗസ്ഥനായ മനോജ് ഭാരതിയെയാണ് അദ്ദേഹം നിയോഗിക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും 5 കാര്യങ്ങളാണ് അവർ പ്രധാനമായും ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ച് അടുത്ത വർഷം ആദ്യമാണ് ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിൽ തന്നെ തൊഴിലില്ലായ്മ വലിയ വിഷയമാക്കി കൊണ്ടുവരുന്നു. ഒപ്പം തന്നെ പെൻഷൻ, പ്രായമായവർക്ക് പെൻഷൻ അടക്കമുള്ള വിഷയങ്ങൾ, തൊഴിൽ തുടങ്ങിയ വിഷയങ്ങളൊക്കെ ചർച്ചയായി കൊണ്ടുവരുന്നു. ഇതിനൊപ്പം എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അശ്വതി, ഈ മദ്യനിരോധനം. ബീഹാറിൽ തുടർച്ചയായി നിതീഷ് കുമാർ വിജയിക്കുന്ന പ്രധാനപ്പെട്ട ഫാക്ടർ അവർ 2016 നടപ്പാക്കിയ മദ്യനിരോധനമായിരുന്നു. പ്രത്യേകിച്ച് അത് സ്ത്രീ വോട്ടർമാർക്കിടയിൽ വലിയ സ്വാധീനമുണ്ടാക്കി എന്നൊരു വിലയിരുത്തലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ പ്രശാന്ത് കിഷോർ ഇപ്പോൾ പറയുന്നത് മദ്യനിരോധനം അധികാരത്തിലെത്തിയാൽ പിൻവലിക്കുമെന്നാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം, ഈ മദ്യം നിരോധിച്ചപ്പോൾ അവിടെ ഇത്തരത്തിൽ വ്യാജ വാറ്റടക്കമുള്ള സംഭവങ്ങൾ, നിരന്തരം ഇത്തരത്തിൽ ആളുകൾ കൂട്ടമരണങ്ങൾ സംഭവിക്കുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ അതിനെതിരെ ശിക്ഷിക്കപ്പെടുന്നവരുടെ അളവ് വളരെ കുറവാണ്. അപ്പോൾ ആ ഒരു വിഷയം, അതിനെ എങ്ങനെ മുതലാക്കാൻ കഴിയുമെന്ന ആശയമൊക്കെ പ്രശാന്ത് കിഷോർ നോക്കുന്നുണ്ട്. ഏതായാലും ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി കൂടെ ബീഹാറിൽ പിറവിയെടുക്കുന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട നേരത്തെ ഡൽഹിയിലെ കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ, കൊൽക്കത്തയിലെ RG മെഡിക്കൽ കോളേജിലെ ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതകം വലിയ രീതിയിൽ രാജ്യവ്യാപകമായി വലിയ ചർച്ചയായതാണ്, വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന വാർത്ത, ഡൽഹിയിൽ ഒരു ഡോക്ടർ വെടിയേറ്റ് മരിച്ചു, കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. വസന്ത് കുഞ്ച്, കാളിന്തി കുഞ്ച് മേഖലയിലാണ്, പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതായത് 2 പേർ പരിക്കേറ്റ് ആശുപത്രിയിൽ എത്തുന്നു. തുടർന്ന് അവർക്ക് മുറിവ് ഡ്രസ്സ് ചെയ്ത് നൽകി. അതിനുശേഷം അവർ പറയുന്നു, എനിക്ക് ഞങ്ങൾക്ക് ഡോക്ടറെ കാണണമെന്ന് പറയുന്നു. ഡോക്ടറുടെ ക്യാബിനിലേക്ക് പ്രവേശിച്ചപ്പോൾ വെടിവെച്ച് കൊലപ്പെടുത്തി എന്നാണ് ഇപ്പോൾ ദൃക്സാക്ഷികൾ, മറ്റ് ആശുപത്രി അധികൃതരൊക്കെ തന്നെ ഇപ്പോൾ നൽകുന്ന വിവരം. ഏതായാലും CCTV കേന്ദ്രീകരിച്ചുകൊണ്ട് ഇവർ ആരാണെന്ന് കണ്ടെത്താനുള്ള ശ്രമം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും ഇവരെ കണ്ടെത്താൻ ഈ ഘട്ടത്തിൽ കഴിഞ്ഞിട്ടില്ല. ശരി.